ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടവർക്കറിയാം, ഇപ്രാവശ്യത്തെ വീഡിയോയിലും എൻ്റെ മുഖം കാണാനില്ല. കാരണം ഞാൻ അന്ന് ഇൻട്രോ എടുക്കാൻ വേണ്ടി മറന്നുപോയി. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പോകുന്നത് ഷെഫ് പിള്ളേരെ ആ ഒരു റെസ്റ്റോറൻറ്റിലാണ്. അപ്പോൾ അതേ നമ്മളിത് പോകുന്ന വഴിയാണ്. നല്ല വെറൈറ്റി പാലും നമ്മൾ കണ്ടു. അങ്ങനെ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഷെഫ് സെലിബ്രിറ്റീസിൻ്റെ അടുത്ത് നിന്ന് എടുത്തേക്കുന്ന ഫോട്ടോസാണ്. ഈ ഒരു വാൾ നിറയെ ഇതാണ്. അപ്പു എവിടെ? ഫ്രണ്ട്സ്, ഇതാണ് ചിക്കൻ പുളിയിഞ്ചി. ഇതൊന്നൊന്നര ഐറ്റമാണ് ഫ്രണ്ട്സ്. മസ്റ്റ് ട്രൈ ചെയ്യണം. അത്രമാത്രം ടേസ്റ്റായിരുന്നു. പിന്നെ പപ്പു കിട്ടി മാത്രമേ ഓർമ്മയുള്ളൂ. പാത്രം കടപ്പേന്ന് കയ്യേ. ഫ്രണ്ട്സ്, ഇതാണ് അടുത്ത ഡിഷ്. അതായത് നമ്മുടെ നൂൽ പൊറോട്ടയും നിർവാണയും. നിർവാണ അദ്ദേഹത്തിൻ്റെ സിഗ്നേച്ചർ ഡിഷാണ്. അത് അമ്മാതിരി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ തന്നെയാണ്. നല്ല നമ്മൾ കോക്കനട്ട് മിൽക്കൊക്കെ വെച്ചിട്ട് നല്ല അധികം എരിവൊന്നും ഇല്ലാതെ നല്ല മധുരത്തോടുള്ള സംഭവമാണ്. അങ്ങനെ എല്ലാവരും ഇത് ട്രൈ ചെയ്യേണ്ട സംഭവം തന്നെയാണ്. ഫ്രണ്ട്സ്, ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് നമ്മളിപ്പോൾ നിർവാണയും നൂൽ പൊറോട്ടയാണ് കഴിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഫസ്റ്റ് ട്രിപ്പ്. ഇനി സെക്കൻഡ് ട്രിപ്പ് അപ്പവും കറിയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റാണ്. ഇപ്പോൾ കഴിച്ചത് പൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഡിഷ് എങ്ങനെയുണ്ടോ സാർ? നിങ്ങൾ ഖത്തറിലായിരുന്നു, ഇവിടെ ഒന്ന് കഴിക്കണം ഫ്രണ്ട്സ്. പപ്പു ഇത് കഴിച്ചില്ല. പപ്പൂന് ഇതാണ് കൊടുക്കുന്നത്. ഫ്രണ്ട്സ്, നമ്മൾ ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ടുണ്ട്. പൊളി ഫുഡായിരുന്നു. അജയ്ശങ്കറാണ് നമ്മൾ സെർവ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെല്ലാം പൊളിയായിരുന്നു. ഇന്ന് നമ്മുടെ ട്രിവാൻഡ്രത്ത് ഇത് ഓപ്പൺ ആവാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ഓപ്പൺ ആവാൻ പോയി കഴിക്കണം. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അപ്പോൾ നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഫ്രണ്ട്സ്, ഇതാണ് ടോർച്ച് ടവർ. നമ്മുടെ 2006 ഏഷ്യൻ ഗെയിംസ് നടന്ന സ്റ്റേഡിയം ഇതിൻ്റെ കുറച്ചപ്പുറത്താണ്. അങ്ങനെ ഈ സ്റ്റേഡിയത്തിൽ നമ്മുടെ വേൾഡ് റെക്കോർഡൊക്കെ ഉണ്ട് കേട്ടോ. അതായത് എക്സ്റ്റേണൽ സ്ക്രീന് ഏറ്റവും വലുതായത് 360 ഡിഗ്രിയും ഉള്ള ഒരു ഏറ്റവും വലിയ സ്ക്രീൻ ഉള്ളത് ഈ ടോർച്ച് ടവറിനാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതിൻ്റെ റെക്കോർഡ് വരെ ഉണ്ട്. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ കയറി പോകുന്നത് വില്ലാജിയോ മാളിൻ്റെ അകത്തേക്കാണ്. ഇത് നമ്മുടെ ടോർച്ച് ടവറിൻ്റെ കുറച്ചപ്പുറത്തോട്ടാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് കയറി ചെല്ലുമ്പോഴേ നമ്മുടെ മാളിലോട്ട് നോക്കുമ്പം നമ്മുടെ സ്കൈ പോലെ തന്നെ അത് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ സ്കൈ ആണെന്നേ തോന്നത്തുള്ളൂ. നല്ല രസമാണ് അവിടെ.
ഒരു കുട്ടിയുടെ ബലൂണൊക്കെ മുകളിൽ പോയി നിൽപ്പുണ്ട്. പിന്നെ ഒരുപാട് കടകളും റെസ്റ്റോറൻറ്റ് അങ്ങനെയൊക്കെ സംഭവങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഫ്രണ്ട്സ്, ഇത് OLED TV ആണ്, സോണിയുടെ. യെസ്, റിയൽ ക്ലാരിറ്റി നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന പോലെ തന്നെ ഉണ്ട്. ഫ്രണ്ട്സ്, നമ്മൾ അതൊക്കെ കഴിഞ്ഞ ശേഷം ഇവിടെ വർക്കല ബീച്ചിൽ വന്നേക്കാണ്. അവിടെ ബേർഡ് മാർക്കറ്റ് ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെ കയറിയപ്പം എല്ലാവരും അടച്ച് പൂട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ 2-3 കിലോ നമ്മൾ കാണാൻ വേണ്ടി പറ്റി. ഫസ്റ്റ് കണ്ട പാരറ്റ് ആണെന്നാണ് തോന്നുന്നത്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. എനിക്കറിയത്തില്ല കറക്റ്റ് എൻ്റെ പേര്. പിന്നെ ടോട്ടോയ്സും ഡോഗ്സിനെയും ക്യാറ്റ്സിനൊന്നും കാണാൻ വേണ്ടി പറ്റില്ല. അതൊക്കെ അവരടച്ചായിരുന്നു. കുറച്ച് ബേർഡ്സ് മാത്രം അവരടയ്ക്കാതിരുന്നു. കണ്ട ആമകളൊക്കെ ഉണ്ട്, പ്രാവുകൾ, അങ്ങനെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അവിടെ നിൽക്കാൻ നമ്മൾ ബീച്ച് കളിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഇവിടെ അടച്ചു പൂട്ടുന്നതുകൊണ്ട് ആ ഒരു ടൈം നമുക്ക് കിട്ടിയില്ല ഇവരുടെ അടുത്ത് കളിക്കാൻ വേണ്ടി. ഇല്ലായിരുന്നെങ്കിൽ എല്ലായിടം കയറി ഇറങ്ങിയിട്ട് പോകണമായിരുന്നു. പിന്നെ ഈ കിളി നല്ല രസമുണ്ട്. ഞാൻ വീണ്ടും ആ വീഡിയോയിൽ അത് കാണിക്കുന്നുണ്ട്. എനിക്ക് വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കിളി അതാണ്. ഇവിടെ നമ്മുടെ ഓന്ത് വർഗത്തിൽപ്പെട്ട എന്തോ ഒരു സംഭവമുണ്ട്. പിന്നെ എലിയുണ്ട്. ഫ്രണ്ട്സ്, ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഈ ബോട്ട് ഇവൻ കണ്ടത്. ഇവന് പിന്നെ അപ്പോൾ കയറിയേ വെക്കുള്ളൂ. അങ്ങനെ പപ്പൂൻ്റെ അടുത്ത് ബോട്ടിലേക്ക് പോകാൻ പറഞ്ഞാണ്. അങ്ങനെ അവൻ കയറി പോയി. സൂക്ഷിച്ച് പോകാൻ പറഞ്ഞു. ഇനി നടുക്ക് കയറി ചടിയിട്ട് കുഴിയിൽ വീഴണ്ട എന്ന് വിചാരിച്ചിട്ട് പോവാണ്. ഏറ്റവും മുകളിൽ പോയിട്ട് നമ്പർ മറ്റേ ടൈറ്റാനിക്കിലെ പോസ് പോലെ കൈ നീട്ടി വെച്ച് ഇങ്ങനെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അവൻ കയറി പോവാണ്. അങ്ങനെ ഫ്രണ്ട്സ്, ഇവിടുത്തെ കടലിൽ ഇങ്ങനെ തിരയൊന്നും ഇല്ലാത്തതുകൊണ്ട് പേടിയില്ല, നമുക്കിറങ്ങി കളിക്കാം. അങ്ങനെ ഇവിടെ നമ്മൾ കുഴിയെടുത്ത് വിമാനമൊക്കെ ഉണ്ടാക്കി വെച്ചായിരുന്നു. അതിൻ്റെ ഷോർട്സ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ നോക്കണം കേട്ടോ. ലൈക്ക് ഉണ്ടാൻ മറക്കരുത്.
പോരെ ഇത്രയും മതി. ഫ്രണ്ട്സ്, നമ്മൾ ബീച്ചിൽ പ്ലെയിനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത്ര ഷേപ്പൊന്നും വന്നില്ല എങ്കിലും ഏകദേശം നമ്മൾ ഒപ്പിച്ചു. നാളെ രാവിലെ ഒന്ന് നോക്കണമായിരിക്കും ഫ്രണ്ട്സ്, പറ്റുമെങ്കിൽ ഒന്ന് നോക്കും. നമ്മളെ പേരൊക്കെ എഴുതി വെച്ചു. അപ്പം നമ്മളത് കഴിഞ്ഞു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ